ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് വ്ളോഗൊന്നും ഇടുന്നില്ലായിരുന്നു. അതിന് റീസൺ എന്ന് വെച്ചാൽ ഇവിടുത്തെ എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ എന്തൊക്കെയൊക്കെയോ ഈ വീട്ടിൽ പ്രശ്നം എന്ന് വെച്ചാൽ എന്തോ കൊച്ചിനെ കടിക്കുന്നുണ്ട്, കൊച്ചിന് എന്തൊക്കെയോ ഇൻഫെക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ബാക്കിലാണിങ്ങനെ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയുകയാണ്. അതായത് ഇവരുടെയൊക്കെ ഗതികേട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാറാണ്. നമ്മുടെ വീട്ടിലൊക്കെ മക്കളുണ്ട്, നമ്മുടെ വീട്ടിലൊക്കെ മക്കള് ആശുപത്രിയിൽ പോകാറുണ്ട്, അതുപോലെ തന്നെ വളരാറുണ്ട്, ഇതൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഇവരുടെയൊക്കെ ഗതികെട്ട ജീവിതം എന്നേ ഞാൻ പറയുള്ളൂ. പണവും പത്രാസും കുടുംബമയും ഇതൊന്നും അല്ലടോ വേണ്ടത്. സമാധാനമില്ലെങ്കിൽ പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവിതത്തിലും അർത്ഥമില്ല. ഇപ്പൊ തൻവി എന്ന് പറയുന്ന ആ കുട്ടി വന്നിട്ട് പറയുകയാണ് ഇവിടെ എന്തൊക്കെയോ കടിക്കുന്നു, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. കുറെ നാൾ മുമ്പ് ഈ കുട്ടി എന്താ പറഞ്ഞതെന്നറിയാം. അതായത് അമ്മൂമ്മയെ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാനഡയിൽ ലക്ഷങ്ങൾ സാലറിയുള്ള ജോലി കളഞ്ഞിട്ടാണ് വന്നത് എന്നൊക്കെ പറഞ്ഞ് വ്ളോഗും കാര്യങ്ങളൊക്കെ ഇട്ട് അത് ഏകദേശം റീച്ചിലൊക്കെ ഓടിയിരുന്നു. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ അവർക്ക് മനസ്സിലായി ഇതൊന്നുമല്ല ജീവിതം, അതായത് അമ്മമ്മയുടെ കൂടെയുള്ളതല്ല ജീവിതം. പക്ഷേ അമ്മമ്മ എന്ന് പറയുന്ന ഒരു സംഭവത്തെ നമ്മൾ സ്നേഹിക്കാൻ പഠിക്കണം. അങ്ങനെ സ്നേഹിച്ച് കഴിഞ്ഞാലില്ല എൻ്റെ പൊന്നുമക്കളെ, നമ്മൾ ഒരു വീട്ടിലും പോകണ്ട. ഒരമ്മമ്മയുള്ള വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ദൈവം വന്നിരിക്കുന്ന വീടാണ്. അവിടെയുള്ളവർക്ക് ഒരു അസുഖവും ഉണ്ടാവില്ല. എൻ്റെ വീട്ടിൽ അമ്മയുണ്ട്, എൻ്റെ മക്കളുടെ അമ്മമ്മ. അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഈ വീട് സ്വർഗ്ഗാണെന്ന്. അതായത് അവരില്ലത് കൊണ്ടും നമ്മൾക്ക് എന്ത് പ്രാണി കടിച്ചാലും കുഴപ്പമില്ലടോ. നമ്മുടെ വീട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താ പറയുക, രാത്രിയാകുമ്പോൾ ഈ പിന്നെ എന്താ പറയുക മറ്റേ ഒരു സാധനം ഉണ്ടായിരുന്നു, ഊട്ടർമ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട്. അത് നിങ്ങൾക്ക് അറിയുമോയെന്നറിയില്ല. പണ്ട് ഇതിങ്ങനെ പോകുമ്പോൾ ശബ്ദം കേൾക്കും, അന്നേരം നമ്മൾ ചിരട്ട മുട്ട് വയ്യ ഇത് വീട്ടിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മയപ്പാറ്റ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്, ഇതും ഉണ്ടാകും. പിന്നെ ഭയങ്കരമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാണിശല്യങ്ങളും ഉണ്ടാകും. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്രിക്കൻ ഒച്ചുകൾ വേറെ, പുഴുക്കൾ വേറെ, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അങ്ങനെ പലതരത്തിലുള്ള ജീവികളെ കൊണ്ട് ശല്യം തന്നെയാണ്. പക്ഷേ നമുക്കൊന്നും വീട് മാറിപ്പോവാനോ അല്ലെങ്കിൽ വേറെ ഒന്നിനും നമുക്കൊന്നും ഗതിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നാട്ടുകാരോടൊന്നും പറയാതെ നമ്മൾ അങ്ങനെ അങ്ങ് ജീവിക്കുന്നത്, അതാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഇവരുടെയൊക്കെ ഒരു ഗതികേടാന്ന് ഞാൻ ആലോചിക്കുന്നത്. ഇതിപ്പോൾ കൃത്യമായിട്ട് ഈ പെൺകുട്ടിക്ക് വേണമെങ്കിൽ ഇത് ആരോടും മിണ്ടാതെ വേണമെങ്കിൽ സീക്രട്ടായിട്ട് പോകാം. അതായത് ആരോടും മിണ്ടുന്നില്ല, എനിക്കിതൊന്നും താല്പര്യമില്ല എന്നുള്ള തരത്തിൽ വേണമെങ്കിൽ സീക്രട്ടായിട്ട് പോകാം. പക്ഷേ അതിനൊന്നും ഈ കുട്ടി തയ്യാറല്ല. ഈ കുട്ടി എല്ലാവരെയും അറിയിച്ച് അതിനുശേഷം മാത്രമേ വീട് മാറുകയുള്ളൂ എന്നുറക്കെ പ്രഖ്യാപിച്ചതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. എന്തിനാണ് മകളെ ഇതൊക്കെ? ആൾക്കാരെ കൊണ്ട് പറയിക്കാനല്ലേ? ഏതായാലും ഒരു കാര്യം ചെയ്യാം, ബാക്കിയും കൂടി പറയുന്നത് കേട്ടിട്ട് വരാം നമുക്ക്. കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ കിംസിലും അല്ലാതെ ഡോക്ടർ പ്രദീപ് എന്ന് പറഞ്ഞ ഡോക്ടറിൻ്റെ അടുത്തും അങ്ങനെ ഇങ്ങനെ മാറി മാറി ഓരോ ഡോക്ടറിൻ്റെ അടുത്തും മോള് കാണിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ 2 weeks ആയിട്ട് ഞാനിങ്ങനെ കിടന്ന് അനുഭവിക്കുക. രാത്രി മോൾ ഉറങ്ങുന്നില്ല, പാവമായിട്ടുള്ള ഒരു കുഞ്ഞാണ്. അപ്പോൾ ഇവൾ ഉറങ്ങുന്നില്ല, ഇവൾ എണീച്ച് കരയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ്. അപ്പോൾ നമ്മളാണെങ്കിൽ മാക്സിമം നോക്കി സ്പ്രേ ഒക്കെ അടിച്ചു, അവൾക്ക് പിള്ളേരുടെ എണ്ണ ഇട്ട് നോക്കി, അല്ലാതെ കുറേ കാര്യങ്ങൾ ചെയ്തു. എന്തൊക്കെ ചെയ്തിട്ടും മാറുന്നില്ല. ഈ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ട്. അപ്പോൾ അതെന്താണെന്നൊന്ന് ഫിഗർ ഔട്ട് ചെയ്യുന്ന വരെ എനിക്ക് അറിഞ്ഞുകൂടെ എങ്ങനെയാണ് ഇവിടെ നിൽക്കുന്നതെന്ന്. അപ്പോൾ ഇപ്പം ഞാൻ 2 days ഒന്ന് മാറി നിന്ന് നോക്കാൻ പോവുകയാണ്, കുഞ്ഞിന് എന്തെങ്കിലും മാറ്റം വരുമോ ഇല്ലേ എന്ന്. കാരണം ഞാൻ ആദ്യം വിചാരിച്ചു ഇനി ലിയാൻ വല്ലതും സ്കൂളിൽ നിന്ന് വല്ലതും പനി വല്ലതും കൊണ്ടുവന്നതാണോ, ഒന്നും അറിയാൻ വയ്യ. അപ്പോൾ ഇപ്പോൾ ഈ കുഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് ഇറങ്ങത്തില്ല. കയ്യിൽ നിന്ന് ഇറങ്ങുമ്പോൾ അപ്പം കരച്ചിൽ തുടങ്ങും. പോട്ടെ 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 പോട്ടെ. കൊച്ചിന് ഭയങ്കര ഇറിറ്റേഷനാണ്. അപ്പോൾ ഇതൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ. ഇതിപ്പോൾ അതാ ഓൾറെഡി കഴിഞ്ഞ 2-3 ദിവസമായിട്ട് വന്നതാണ്. അപ്പോൾ ഇത് ഇന്ന് പുതിയതായിട്ട് പിന്നെ മൂക്കിൽ, കയ്യിൽ എല്ലായിടത്തും വരുന്നുണ്ട്. ഇതാ ഇവിടെ അല്ലാതെ കുറേ അലർജീസും കാര്യങ്ങളും വരുന്നുണ്ട്. കാലിലും എല്ലാം ഉണ്ട്. താഴാണെങ്കിൽ ഈ പ്രശ്നമില്ല, മേളിൽ വരുമ്പോഴാണ് ഇവിടെ എന്തൊക്കെ പറ്റുന്നത്. അപ്പം ഞാൻ കുറേ ഡിഫറെൻറ്റ് വേസ് ട്രൈ ചെയ്തു. പിന്നെ മോക്ക് ഇത് വേഴ്സ് ആവുന്നതേ ഉള്ളൂ, കുറയുന്നില്ല. അപ്പോൾ ഞാനാണെങ്കിൽ നോക്കുക, ഇനി മാറിയില്ല എങ്കിൽ നമ്മൾ മാറി നിൽക്കുമ്പോൾ ഇത് മാറുകയാണെങ്കിൽ ഈ വീട്ടിൻ്റെ എന്തോ പ്രശ്നമാണ്. അപ്പോൾ ഇതെന്താ ഫിഗർ ഔട്ട് ചെയ്യുന്നത് എന്ന് വരെ ഇവിടെ എനിക്ക് നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം
മൂക്ക് ഇങ്ങനെ പോയാൽ ഡോക്ടർ പറഞ്ഞ ചിലപ്പോൾ ഇനി ഡെങ്കു വല്ലോ വരും, അങ്ങനെ ഈ വീട്ടിൽ എന്താണ് പ്രശ്നം എന്ന് അറിഞ്ഞുകൂടാതെ പോയാൽ, കാരണം നമുക്ക് ചെസ്റ്റും ബാക്കും എല്ലായിടവും പ്രശ്നമാണ്. ഈ കുടിക്കൊഞ്ഞിങ്ങനെ കിടന്ന് കരയുന്ന കാണുമ്പോൾ എനിക്ക് നല്ല വിഷമമാണ്. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് നോക്കുന്നുണ്ട്, ഇപ്പോൾ പതുക്കെ നോക്കുന്നുണ്ട് വേറെ എങ്ങോട്ടെങ്കിലും കുറച്ച് നാളെ മാറി നിൽക്കാൻ പറ്റുമോ എന്നോ, അല്ലെങ്കിൽ ഒരു 3-4 ദിവസം വല്ലോ ഏതെങ്കിലും നല്ല സ്ഥലത്ത് വല്ലോ റെൻറ്റും കാര്യങ്ങളും നോക്കണം. അതായത് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻവിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബങ്ങളിൽ പല പ്രശ്നങ്ങളും നമുക്കുണ്ടാകും. അതൊന്നും നാട്ടുകാരെ അറിയിക്കാൻ പാടില്ലായിരുന്നു. അതായത് കൃഷ്ണകുമാറിൻ്റെ ഭാര്യയായ സിന്ധു കൃഷ്ണയും അമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവർ തീർത്തോട്ടായിരുന്നു. അതുപോലെ തന്നെ കൃഷ്ണകുമാറിൻ്റെ മക്കളും പിന്നെ മുത്തശ്ശിയും തമ്മിലുള്ള പ്രശ്നം അവർ തീർത്തോട്ടായിരുന്നു. അല്ലാതെ അതൊന്നും നാട്ടുകാർ അറിയിക്കേണ്ട ഒരു കാര്യവും ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുത്തശ്ശിയും ഇവരും തമ്മിലുള്ള പ്രശ്നമുണ്ടെങ്കിൽ അവർ തീർത്തോട്ടെ. കാരണം മുത്തശ്ശിയും പിന്നെ അത് നിങ്ങളും അവരും തമ്മിൽ യാതൊരു പ്രശ്നമില്ലെങ്കിൽ മുത്തശ്ശിയുടെ ഭാഗത്ത് കൂടിയിട്ട് അങ്ങനെ പറയാനേ പാടില്ലായിരുന്നു, പറയേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം മുത്തശ്ശിയും മക്കളുമായിട്ട് എന്ത് പ്രശ്നമുണ്ടെങ്കിൽ അവർ തീർത്തോട്ടെ എന്ന് വെച്ചാൽ മതിയായിരുന്നു. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും വെറുപ്പിച്ച്, അതുമാത്രവുമല്ല നിങ്ങൾ അന്ന് വിചാരിച്ചതുപോലെ നിങ്ങളെന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്കിപ്പോൾ പിടികിട്ടുന്നില്ല. അതായത് അമ്മൂമ്മയെ അവരൊന്നും തിരിഞ്ഞു നോക്കുന്നില്ല, അമ്മൂമ്മയെ അങ്ങനെ കളഞ്ഞിട്ട് പോയതാണ്. എന്താ നിങ്ങൾ ഉദ്ദേശിച്ചത്? ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് നേട്ടം കിട്ടിയത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് ഒരു കുറച്ച് പിന്നെ വ്യൂസ് വന്നിട്ടുണ്ടാകും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കൃഷ്ണകുമാറിൻ്റെ അവരെയൊക്കെ വെറുക്കുന്ന ഒരുപാട് ആൾക്കാർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുണ്ടാകും. പക്ഷെ അതിലുപരി ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്നറിയാം. അതായത് നമ്മുടെ ബന്ധുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും ബന്ധുക്കൾ തന്നെയാണ്. അത് അയൽവക്കക്കാരും നാട്ടുകാരൊന്നുമില്ല, അത് വേറെ ജനുസാണ്. നമ്മുടെ ബന്ധുക്കൾ ഇപ്പോൾ ഈ തൻവി എന്ന് പറയുന്ന ഈ സഹോദരിക്ക് എന്തെങ്കിലും ഒരു വയ്യായിക വന്നു കഴിഞ്ഞാൽ, അങ്ങനെ വരാതിരിക്കട്ടെ, വയ്യായിക വന്നാലോ അല്ലെങ്കിൽ ഒരു ആശുപത്രി കേസ് വന്നാലോ നമുക്ക് അയൽവാസികളെ വിളിക്കാൻ പറ്റുമോ? നാട്ടുകാരെ വിളിക്കാൻ പറ്റുമോ? പക്ഷേ ഇവരുടെ വല്യമ്മ എന്ന് പറയുന്ന ആ ഒരു സ്ഥാനം അവിടെ ഉണ്ടെങ്കിൽ കൃഷ്ണകുമാറിൻ്റെ ഭാര്യയെ ധൈര്യത്തിൽ വിളിക്കാം. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ മക്കളെ വിളിക്കാം. കാരണം എന്താ, അവരുടെ ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആയിരിക്കണം. അമ്മൂമ്മയും അപ്പൂപ്പനും മറ്റേവരും തമ്മിലുള്ള പ്രശ്നങ്ങളിലൊന്നും ഇവരെടുത്ത് ചാടേണ്ട ആവശ്യമില്ലായിരുന്നു. ഇവർക്ക് ഇതിൽ നിന്നും എന്തെങ്കിലും നേട്ടം കിട്ടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും കിട്ടിയിട്ടില്ല. അതേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ബന്ധുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇനി എന്തിൻ്റെ പേരിലായാലും ശരി, അവരെത്ര മോശമായാലോ എന്തായാലും ശരി, അല്ല അവർ നല്ലവരായാലും അതും ശരി, ബന്ധുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധുക്കൾ തന്നെയാണ്. നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം വന്നു, അയൽവാസീനെ വിളിച്ചാൽ ചിലപ്പോൾ വരൂല, നാട്ടുകാരെ വിളിച്ചാൽ വരൂല. പക്ഷെ നമുക്ക് ധൈര്യമായിട്ട് നമ്മൾ ബന്ധു ഒരാളിലേക്ക് വിളിക്കാൻ വേണ്ട. ഇന്ന പോലെ ഒരാൾ ആശുപത്രി, നമ്മളെ അച്ഛൻ ആശുപത്രിയാണ്, നീ ഒന്ന് വന്ന് ഇവിടെ നിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ വന്ന് നിൽക്കും. അതെന്തുകൊണ്ടാണ്? അത് ബന്ധുക്കളായതുകൊണ്ടാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. ബന്ധു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. പല ആൾക്കാരും പറയും എനിക്ക് സുഹൃത്തുക്കളുണ്ട്, ഒരു മണ്ണാങ്കട്ടിയില്ല. സുഹൃത്തുക്കളൊക്കെ ഒരു പരിധിവരെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഒരു ബന്ധുവിനോട് നമുക്ക് ആധികാരികമായിട്ട് പറയാം. ഇനി എന്ത് ദേഷ്യം ഉണ്ടെങ്കിലും പറയാം ആധികാരികമായിട്ട്. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ വീടാണ്, പഴയ വീടിന് അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാകും. പിന്നെ ഇവർ ഉദ്ദേശിക്കുന്ന തരത്തിൽ ജീവിതം പോകത്തില്ല. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലാവില്ല മുത്തശ്ശി പെരുമാറുന്നത്. നമ്മൾ ദൂരെ നിന്ന് നമ്മൾ വീക്ഷിക്കുന്നത് പോലെയല്ല, കൂടെ കിടന്നവന് മാത്രമേ രാപ്പനി അറിയൂ എന്ന് പറഞ്ഞ പോലെയാണ്. അതായത് മുത്തശ്ശിക്ക് ചിലപ്പോഴും ഒറ്റയ്ക്ക് ജീവിക്കാനായിരിക്കും സന്തോഷം. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ നിങ്ങളോട് നല്ല രീതിയിലുള്ള സ്നേഹവും മുത്തശ്ശിക്കുണ്ട്, എന്നാലും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ കഴിയുന്നില്ല. അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. പക്ഷെ ഇതൊന്നും എന്തിനാണ് മോളെ നാട്ടുകാരെ അറിയിക്കുന്നത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇത്ര ഗതികെട്ട് പോയോ നിങ്ങളൊക്കെ? അതായത് ഇങ്ങനെയൊക്കെയാണോ കണ്ടന്റ് ഉണ്ടാക്കേണ്ടത്? നിങ്ങളുടെ കുടുംബ ചരിത്രങ്ങൾ മുഴുവൻ നാട്ടുകാരുടെ മുന്നിൽ വിളമ്പിട്ട് എന്ത് കിട്ടാനാണ്? നിങ്ങൾക്കൊരു വാടക വീട്ടിൽ പോയി ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ സുഖമില്ലാതെ ഇങ്ങോട്ട് മാറിയതാണ്, കഴിഞ്ഞു അവിടെ. അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇത് ആരെ ബോധിപ്പിക്കാനാണ്? ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ മുത്തശ്ശിയുടെ വീട്ടിൽ പോയിട്ട് വ്ളോഗ് എടുത്തൂടെ? എന്തിനാ ഈ നാട്ടുകാരെ ഇങ്ങനെ എന്തിനാ അറിയിക്കുന്നത്? എന്തിനാ മറ്റുള്ളവരെ അറിയിച്ചിട്ട് ഇങ്ങനെ പരിഹാസമായിട്ട് നിൽക്കുന്നത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് നാട്ടുകാർ ആരെങ്കിലും വന്ന് ചോദിച്ചോ? നമ്മൾ ആരെങ്കിലും അറിഞ്ഞാ? ഇപ്പൊ ലോകം മുഴുവൻ അറിഞ്ഞില്ലേ? നമ്മൾ ആരെങ്കിലും അറിയുന്നുണ്ടോ ഈ മുത്തശ്ശി ഇപ്പോൾ ഒറ്റക്കാരുടെ താമസിക്കുന്നേ, അവർക്കൊരു വേലക്കാരിനെ വെച്ചു കൊടുത്ത് നമ്മൾ ആരെങ്കിലും അറിഞ്ഞില്ല? എന്തിനാ അറിയുന്നത്? പക്ഷെ നിങ്ങൾ തന്നെ വന്നിട്ട് നിങ്ങളെ വിമർശിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളിങ്ങനെ തുറന്നു തരികയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്തൊരു ഗതികെട്ട ജന്മമാണെന്ന്. നോക്കിയിട്ട് ഇവർക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കണം. ഇവിടെ ഓക്കെ ആയി, ഇവിടെ എന്താണ് ഇഷ്യൂ എന്ന് ഏതെങ്കിലും ഒരു ഡീപ്പ് ക്ലീനിങ് ഏജൻസിയെ കൊണ്ടുവന്ന് ക്ലീൻ ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം.
പിന്നെ നമ്മളിപ്പോൾ വേറെ ചെയ്തേക്കണമെന്ന് വെച്ചാൽ ഫുൾ ടൈം നിൽക്കാൻ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അമ്മൂമ്മ എന്തായാലും വാടക വീട്ടിലൊന്നും വരത്തില്ല. ഞാൻ ചോദിച്ചു നോക്കിയ കാര്യമാണ്, അമ്മൂമ്മ വരത്തില്ല. ഈ വീട് വിട്ട് അമ്മൂമ്മ എവിടെയും പോകത്തില്ല. ഞാനും എൻ്റെ അപ്പൂപ്പനിൽ നിന്ന വീടാണ് ഇവിടെ, ഞാൻ ഇവിടെ വിട്ട് എവിടെയും പോകത്തില്ല എന്നുള്ള രീതിയിലാണ് അവർ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു ശരി ഓക്കെ. പക്ഷേ അവർക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വേണം. അപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കാൻ അവർക്ക് പറ്റത്തില്ല. അപ്പോൾ ഇവിടെ അടുത്ത് വല്ലതും ഇനി നോക്കണം, എവിടെയെങ്കിലും വാടകയ്ക്ക് നിൽക്കാൻ പറ്റുമോ, പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യത്തിന് പോയി വരാനും. അത് മാത്രമല്ല ഇപ്പോൾ ഗ്രോസറീസും കാര്യങ്ങളും, ഇപ്പോൾ ജോലിക്ക് ആളെ നമ്മളിപ്പോൾ ഒരാൾ നിർത്തിയിട്ടുണ്ട്, പുതിയൊരാൾ വീട്ടോടെ നിൽക്കുന്ന ആളാണ്. അപ്പോൾ അവരെ കൊണ്ട് അവർക്ക് ഇപ്പോൾ ഇനി ഗ്രോസറീസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ മാത്രം വന്ന് മേടിക്കണം. കൊച്ചിനെ വീട്ടിൽ കൊണ്ടുവരുന്നില്ല. കാരണം ഇതിപ്പോൾ പോട്ടെ ഇതിപ്പോൾ എൻ്റെ മെൻ്റൽ ഹെൽത്തിനെ ഒരുപാട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് മോളിങ്ങനെ കാണുന്നത് എനിക്ക് കയ്യിൽ നിന്ന് ഇറങ്ങുന്നില്ല ഈ കൊച്ച്. അപ്പോൾ എന്താണ് എനിക്ക് അറിഞ്ഞുകൂടെ ഈ വീട്ടിൽ എന്താ പ്രശ്നം. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം ഞാൻ റൂം വൃത്തിയാക്കിയിട്ടാണ് ഇട്ടേക്കുന്നത്. ഞാൻ വേറെ റൂം, നമ്മൾ ഈ റൂം മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ നമ്മൾ 4 പേരും. പക്ഷേ ഈ കുഞ്ഞിനെ മാത്രം നല്ല രീതിക്ക് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ലിയനെ അങ്ങനെ എഫക്റ്റ് ചെയ്യുന്നില്ല. വല്ലപ്പോഴും ഒരു കൊതുകടിയൊക്കെ വരുന്നുള്ളൂ. നമുക്കും ഒന്നുമില്ല, എൻ്റെ മുഖത്തൊന്നുമില്ല, എൻ്റെ കയ്യിലൊന്നുമില്ല, കാലിലൊന്നുമില്ല. പക്ഷെ കുഞ്ഞിനെ നല്ല രീതിക്ക് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ വീട്ടിൽ എന്തൊക്കെയോ ഉണ്ട്. ഞാൻ ഒരു സാധനം എവിടെയെങ്കിലും ഒരു 3-4 ദിവസം ജസ്റ്റ് ഒന്ന് എടുത്ത് വെച്ചാൽ തന്നെ അവിടെ പൂപ്പലൊക്കെ അടിക്കുന്നത്. അപ്പോൾ ഈ വീട്ടിൽ എന്തൊക്കെയോ ഫംഗസോ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ചെതലുണ്ട്, അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളായിട്ട് ഇരിക്കുക. അപ്പോൾ ഈ കുഞ്ഞിനെ ആശുപത്രി കയറ്റി ഇറക്കി എനിക്ക് എന്തോ പോലെയാണ്. അപ്പോൾ മാക്സിമം എത്രയും പെട്ടെന്ന് ഒരു സ്ഥലം നോക്കുക. അല്ലാതെ എനിക്കറിയത്തില്ല എന്താണ് പറയേണ്ടതെന്ന്. ഇനി കൊച്ചിനെ എന്താണ് കടിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. ഇനിയിപ്പോൾ എന്തെങ്കിലും അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലുള്ള പ്രശ്നങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളും അമ്മൂമ്മയും തമ്മിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണ്. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഭർത്താവിൻ്റെ വീട്ടുകാരും ഇല്ലേ എന്ന് എനിക്കൊരു സംശയമായിട്ട്. എനിക്കറിയില്ലായിരുന്നു. ഇനി അവരാരും ഇല്ലേ, മറ്റു ബന്ധുക്കളാരും ഇല്ലേ? നിങ്ങൾക്ക് കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടിക്ക് പിന്നെ എന്താ പറയുക, എന്തോ അലർജിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുണ്ട്, അത് വേറെ പ്രശ്നമാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും ഗതികെട്ട വീട്ടിൽ താമസിക്കുന്നുണ്ട്. അതുമാത്രവുമല്ല ചേരി പ്രദേശത്ത് വരെ താമസിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ മക്കൾ അങ്ങനെ വളരെ, അതല്ല ഞാൻ പറയുന്നത് കേട്ടാ. പക്ഷെ എന്നാലും ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ വേറെ താമസിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും ഞാൻ അതങ്ങ് മാറിയേക്കുക. എന്തിന് മറ്റുള്ളവരെ കൊണ്ട് ചിരിപ്പിക്കുന്നേ? ഇന്നിപ്പോഴും സിന്ധു കൃഷ്ണക്കും അതുപോലെ തന്നെ അഹാന കൃഷ്ണക്കും അവർക്കെല്ലാം സന്തോഷമായില്ലേ? അവർക്കൊക്കെ വളരെയധികം സന്തോഷമായിട്ടുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതല്ലല്ലോ മോളെ നീ കുറച്ച് നാൾ മുമ്പ് പറഞ്ഞത് എന്ന് അവർ കൃത്യമായിട്ട് ചോദിക്കും. ഇതല്ലല്ലോ നീ ഇന്നാൾ പറഞ്ഞത് നമ്മളോട് പറഞ്ഞ വേറെ വാക്കാണല്ലോ എന്ന് അവർ കൃത്യമായിട്ട് ചോദിക്കുമ്പോഴൊരു മറുപടി ഉണ്ടാവില്ല നിങ്ങൾക്ക്. അതെന്തുകൊണ്ടാണ്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവൻ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ വന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഒരു പ്രശ്നവും വരത്തില്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് കേട്ടതിന് മുതൽ എല്ലാവരും നല്ല രീതിയിൽ സന്തോഷിക്കുകയാണ്. ഇതന്നെയല്ലേ മോളെ നിന്നോട് അഹാന കൃഷ്ണ പറഞ്ഞത്? അതുപോലെ അവർ പറഞ്ഞത് ഇതല്ലേ? പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിൻ്റെ മകളെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഇവിടെ പൊടിയുണ്ടാകും എന്നൊക്കെ പറഞ്ഞല്ലേ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ആഘോഷിക്കുകയാണ്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിലെന്ന് പറഞ്ഞാൽ ഇതൊരു ആഘോഷിക്കേണ്ട ഇതല്ല. കാരണം മനുഷ്യന്മാരാണ്. പ്രത്യേകിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തൻവി എന്ന് പറയുന്ന ഈ കുട്ടി ഒരുപാട് വിഷമങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇത്രയൊക്കെ ആയിട്ടും ആ അമ്മ എന്ന് പറയുന്ന സാധനം ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? എന്തൊരവസ്ഥയാണ് ഈശ്വര. പണവും പ്രതാപവും ഒന്നും വേണ്ട, പക്ഷേ നല്ല അച്ഛനും അമ്മയും സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന അങ്ങനെയുള്ള അച്ഛനും അമ്മമാരുണ്ടെങ്കിൽ എൻ്റെ മക്കളെ, അതന്നെ ഏറ്റവും വലിയ പുണ്യമെന്നേ ഞാൻ പറയുള്ളൂ. അതായത് നമ്മുടെ അച്ഛനമ്മമാർ, അവർ തന്നെയാണ് ഏറ്റവും വലിയ പുണ്യം. നമുക്കൊരു കട്ട പൊരയായാലും മതി, കട്ട പൊരയിൽ താമസിക്കാം. പക്ഷേ നമ്മളെയൊക്കെ എന്ന് പറഞ്ഞാൽ വിഷമം അറിയിക്കാതെ വളർത്തിയ അച്ഛനും അമ്മയ്ക്കും വലിയ നന്ദി പറയുകയാണ് ഞാൻ ഇന്ന്. അത്രയും ഗതികെട്ട ജീവിതത്തിൽ നിന്ന് നമ്മളൊക്കെ ഇങ്ങനെ സംരക്ഷിച്ച് കൊണ്ടുവന്നിട്ടില്ലേ. നന്ദി, നമസ്കാരം. വേറെ ഒന്നും പറയാനില്ല. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.